ഞങ്ങൾ കോഴിക്കോട് ബൈപ്പാസ് ടോളിലാണല്ലോ കേട്ടോ. അപ്പം പെരുന്നാളിന് എവിടേക്കും പോകണ്ടെന്നൊക്കെ വിചാരിച്ചു നിന്നായിരുന്നു. ഇപ്രാവശ്യം പെരുന്നാളിൻ്റെ ലീവ് കഴിഞ്ഞിട്ട് വണ്ടിയിൽ പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെയാണ് അളിയൻ പെരുന്നാൾ കഴിഞ്ഞിട്ടുള്ള ഞായറാഴ്ച ടിക്കറ്റ് എടുത്ത്. അളിയൻ പറഞ്ഞ നെടുമ്പാശ്ശേരി നിന്നാണ് ഫ്ലൈറ്റ് നിന്ന്. അങ്ങനെ മക്കളും പോരാന്ന് പറഞ്ഞാൽ എല്ലാവരെയും കൂട്ടി അങ്ങനെ പുറപ്പെട്ടു. അങ്ങനെ അവിടെ എത്തിയപ്പോൾ ഫ്ലൈറ്റ് ഇറങ്ങുന്നത് കൊണ്ടുവന്നൊക്കെ കണ്ട് പിന്നെ അത് അപ്പുറത്ത് കൂടെ ട്രെയിൻ വരുന്നുണ്ട്. ഏതായാലും അടിപൊളിയായിരുന്നു. ഏതായാലും അളിയന് എയർപോർട്ട് പോവുകയാണല്ലോ, അപ്പോൾ ആ കൂടുതൽ എല്ലാവരെയും കയറ്റി അങ്ങനെ എയർപോർട്ടിലേക്ക് പോകുന്ന ആളെ ഞങ്ങൾ കൂട്ടിയിട്ട് ഇവിടെ ഫ്ലൈറ്റ് പൊന്തണതാന്നൊക്കെ കാണാൻ വേണ്ടി പോകുന്നു. അങ്ങനെ അതിലൊക്കെ ചുറ്റി കറങ്ങി രാവിലെ തന്നെ ആയിരുന്നു. നല്ല വൈബായിരുന്നു എല്ലാവർക്കും. അങ്ങനെ കുറച്ച് നേരം അതിൽ തിരിഞ്ഞ് അങ്ങനെ അളിയാൻ ഇറക്കാൻ വേണ്ടിയിട്ട് എയർപോർട്ടിൽ പോയി. അങ്ങനെ പഴയ ഓർമ്മ പങ്കുവെക്കാൻ വേണ്ടിയിട്ട് ഞാനും ഒന്ന് തള്ളി നോക്കി ട്രോളി. അങ്ങനെ അളിയനായിട്ട് അവസാന നിമിഷങ്ങളൊക്കെ കഴിഞ്ഞ് അങ്ങനെ ഞങ്ങൾ പുളിഞ്ചോട്ട് പോയിട്ടോ. അവിടുന്ന് മെട്രോ കയറാച്ച്. അങ്ങനെ മക്കളെ പൂതിയല്ലേ. അങ്ങനെ ഞങ്ങൾ പുളിഞ്ചോട്ടിൽ നിന്ന് പോയി ടിക്കറ്റ് എടുക്കാൻ വേണ്ടി അങ്ങനെ കൗണ്ടറിലേക്ക് നടന്ന് പോവാണ്. ആദ്യമായിട്ട് ഇതാ കയറിയ ആൾക്കാരൊക്കെ ബേജാറുകൊണ്ട് മറ്റേ ഒപ്പരമുള്ള ആൾക്കാരൊക്കെ കെട്ടിപ്പിടിക്കാൻ തുടങ്ങിയിരിക്കുന്നത്. നമ്മളെ ഒരാൾ വെപ്രാളത്തോടു കൂടി അതാ പിടിച്ച് നിൽക്കുന്നത്. എല്ലാം ഒരു രസം തന്നെ. 1 2 3 4 അതവിടെ 5 എത്ര രൂപ? പിന്നെ ലുലു മാള് ഏതാ സ്റ്റോപ്പ്? എടപ്പള്ളി. ഞങ്ങൾ 5 ആളുണ്ട് കേട്ടോ. അങ്ങനെ ടിക്കറ്റ് കിട്ടി. 150 രൂപയാണ് ടിക്കറ്റ്. അങ്ങനെ എൻട്രി ആക്കുന്ന ഓല കയ്യിൽ തന്നെ കൊടുത്തു. ഓലെന്താ ചെയ്യുന്ന കാണാൻ വേണ്ടിയിട്ട്. കാരണം പിന്നെ ഒക്കെ എല്ലാവരും പഠിക്കണ്ടേ ഓരോ കാര്യങ്ങളൊക്കെ. അങ്ങനെ ഓലൊക്കെ ഓരോരുത്തർ അതാ മെട്രോയിലൊക്കെ കയറി കുത്തിന്ന് നല്ല രസമായിട്ട് എല്ലാവരും കൂടി ഉണ്ടായപ്പം അങ്ങനെ ലുലുമാൾ എത്തിയപ്പോൾ ഇറങ്ങി ഒരു വീഡിയോ എടുക്കാൻ. അങ്ങനെ ലുലുമാളിൻ്റെ ഉള്ളിലുള്ളതൊക്കെ കണ്ട് പിന്നെ ഞായറാഴ്ച രാവിലെ ആണ്, വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു. പിന്നെ ലുലുമാളിലേക്ക് കിടക്കുമ്പോൾ ആ പുറത്തുള്ള വൈബ് എടപ്പള്ളി ജംഗ്ഷനിലെ ആ പഴയ കാലം. കാരണം ഒരു കാലത്ത് ഞാനിവിടെ ജോലി ചെയ്തായിരുന്നു എടപ്പള്ളിയിലെ ഒരു കമ്പനിയിൽ. മാളിൻ്റെ ഉള്ളിൽ അടിപൊളി പരിപാടിയൊക്കെ ആയിരുന്നു. ഏതായാലും അളിയൻ പോണത് കൊണ്ട് നമ്മൾ കൊച്ചിയിലും മെട്രോയിലൊക്കെ കയറാൻ കഴിഞ്ഞ്. അളിയൻ വന്നത് നന്നായി എന്നൊക്കെ പറയും പോലെ അളിയൻ പോയത് നന്നായി എന്ന് പറയേണ്ട ഒരവസ്ഥയായി.